ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക ഭരണം കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന ഇറാൻ ജനത ഓരോ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറ എടുത്തുകൂടി അവരുടെ സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുകയും അവരുടെ മനസ്സമാധാനം കളയുകയും ചെയ്ത് അവർക്കൊരു സ്വകാര്യതകൾ പോലും ഇല്ലാതെയാക്കുന്നു. ഈ കുത്തഴിഞ്ഞ ശരീഅത്ത് നിയമം കാരണം സ്ത്രീകളും പെൺകുട്ടികളും ഇറാനിൽ ശ്വാസം മുട്ടി ജീവിക്കുവാണ്. പഠിക്കാൻ നിവൃത്തിയില്ല, പുറത്തിറങ്ങാനാണെങ്കിലോ തീരെയും പറ്റില്ല. ഉറക്കെ ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാതെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം കാരണം ജീവിതം പോലും മരവിച്ച് പരിഷ്കാരികളായിട്ടുള്ള ഇറാൻ ജനതയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു. പൊതുവെ പരിഷ്കരണമാണ് ഇറാനികൾ. പക്ഷേ ഇറാന്റെ ഭരണകൂടം എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പെണ്ണുരുത്തി ഒരു കഷ്ണം തലമുടി ഒന്ന് കണ്ടു എന്ന കാരണത്താൽ മഹ്സാമിനി എന്ന പെണ്ണിനെ എന്തു ക്രൂരതയാണ് ഇവർ കാണിച്ചത്. മൂക്ക് മുറിക്കുന്നു ജീവനോടെ, തലമുടി മുറിക്കുന്നു ജീവനോടെ, അതിനെ അടിവയറ്റിൽ ചവിട്ടിയും മെതിച്ചും ഒരു ഇടിമുറിക്കകത്ത് കൊണ്ടിട്ടിട്ട് സദാചാര മര്യാദ പഠിപ്പിക്കുക, എന്ത് അദബ് പഠിപ്പിക്കുന്ന മുറി, മത ചിട്ട പഠിപ്പിക്കുന്ന ഒരു ഇടിമുറി. സ്ത്രീകളോടൊക്കെ ഈ കാലന്മാരെ എമ്മാതിരി വേഷം കെട്ടാണ് കാണിക്കുന്നത്. എന്നിട്ടോ അതിന്റെ നീതിക്ക് വേണ്ടി ഇറങ്ങി ആയിരക്കണക്കിന് ആളുകളെ ക്രൂരമായിട്ട് കൊല ചെയ്തു. ഏത് കോടതിയെ സമീപിക്കുക? എവിടെയാ ഇവർക്ക് നീതി കിട്ടുക? നീതി കിട്ടിയിട്ടില്ലെങ്കിൽ നീ തീയാകണമെന്ന് പറഞ്ഞതുപോലെ അവര് പിന്നീട് തീയാകേണ്ടി വന്നു. ഹിജാബുകൾ ഊരിയിട്ട്, പർദ്ദകൾ ഊരിയിട്ട്, ഖുർആനും ഹദീസുകളും ഒക്കെ കൂട്ടിയിട്ട് പൊതുനിരത്തിൽ അഗ്നിക്ക് ഇരയാക്കുന്ന രൂപത്തിലേക്ക് ആ സ്ത്രീകൾ വളർന്നു. അവര് തീയിൽ കുരുത്തവരാ, വെയിലത്തവര് പാടില്ല. ഇറാൻ ഭരണാധികാരിയായ അലി ഖൊമേനിയുടെ വസതിക്കു മുമ്പിൽ പൂർണ്ണ നഗ്നരായി പോയി നിന്ന് മുസ്ലിം സ്ത്രീകൾ. ഒന്നുകിൽ ജീവിക്കണം ആത്മാഭിമാനത്തോടെ, അതല്ലെങ്കിൽ മരിക്കണം ആത്മാഭിമാനത്തോടെ. നമ്മുടെ ശരീരം ഒന്ന് കണ്ടാലുടനെ, നമ്മുടെ മുഖമൊന്ന് കണ്ടാലുടനെ നിങ്ങൾക്ക് ഏതു മതവികാരമാണ് പൊട്ടുന്നത് അത് നിങ്ങളുടെ മാനസിക പ്രശ്നമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല. ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാലുടനെ നിങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ മാനസിക പ്രശ്നമാണത് എന്ന് സ്ത്രീകൾ പറഞ്ഞു. നിങ്ങളുടെ തലച്ചോറിന്റെ പ്രശ്നമാണത്, ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ അതിനെയാണ് തല്ലിക്കൊല്ലുകയോ ചികിത്സിക്കുകയോ കൂട്ടിയിടുകയോ ചെയ്യുക. ഇത് ജനങ്ങൾ മുഴുവനും പുറത്തിറങ്ങരുത് എന്നുള്ളൊരവസ്ഥ. പെണ്ണുങ്ങളാകെ മൂടിക്കോണം. എന്തിനെ? പുരുഷന്റെ പ്യൂരിറ്റിയെ സംരക്ഷിക്കാൻ, പുരുഷന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെണ്ണ് മൂടണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ണ് പോലും കാണാത്ത രൂപത്തിൽ മൂടിക്കെട്ടണം. പെണ്ണിനെ പേറിയന്ത്രമാക്കി മാത്രം കാണുന്ന ഇറാൻ ജനതയ്ക്ക് ഇപ്പോൾ ഇത് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക. അടിക്കടി ഇറാനിലെ 2 സുപ്രീം കോടതി ജഡ്ജിമാരാണ് വെടിയേറ്റ് മരിച്ചത്. മറ്റൊരു ജഡ്ജിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജുഡീഷ്യറിയുടെ മീസാൻ എന്ന് പറയുന്ന ന്യൂസ് വെബ്സൈറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. 2 പേര് ആ സെക്കൻഡിൽ തീർന്നു. 3-ാമത്തെ ആള് ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് പുറത്ത് ജഡ്ജിമാർക്ക് നേരെ വെടിവെച്ച ശേഷം അക്രമിയും സ്വയം വെടിവെച്ച് തീർന്നു. ഒരു ജഡ്ജിയുടെ അംഗരക്ഷകനും വെടിയേറ്റതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജഡ്ജിമാരായ ആയത്തുള്ള മുഹമ്മദ് മുഗീസെ, ഹോജ തുസ്ലം അലി റസിനി, ഇവര് 2 പേരുമാണ് തീർന്നത്. രാഷ്ട്രീയ തടവുകാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് മുഗീസ. എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പ് കുർദിഷ് വനിതാ ആക്ടിവിസ്റ്റ് പഷാൻ അസീസിയുടെ വധശിക്ഷ ഇറാൻ സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. ഈ വിധിക്കെതിരെ ഐക്യരാഷ്ട്രസഭ അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതാണോ കൊലപാതകത്തിന്റെ കാരണം എന്ന് വ്യക്തമല്ല. മതനിയമം നടപ്പിലാക്കാൻ മാത്രം ഇറാൻ ഒരു പ്രയാസവുമില്ല. അതിൽ ഇവരെപ്പോഴും മുൻപന്തിയിലുണ്ടാകും. രാജ്യമാണെങ്കിലോ പട്ടിണിയും മരണവും ദാരിദ്ര്യവും കെടുതിയും കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും ഓരോ പെണ്ണിന്റെയും പുറകെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് പോകുന്ന അംഗരക്ഷകരുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, ഒരു മാറ്റവുമില്ല. ഇറാൻ തങ്ങളുടെ തലസ്ഥാനം ടെഹ്റാനിൽ നിന്ന് തെക്കൻ നഗരമായ മക്രാനിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ നീക്കം നടപ്പിലാക്കിയാൽ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി തീരുമാനം മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനും ഇറാനും പങ്കിടുന്ന ബലൂചിസ്ഥാൻ പീഠഭൂമിയുടെ ഭാഗമായ
മക്രാൻ അറബിക്കടലിന്റെ അതിർത്തിയിലുള്ള ഒരു വരണ്ട തീരപ്രദേശമാണ്. ഇന്ന് ഈ പ്രദേശത്തിന് തന്ത്രപരമായിട്ടുള്ള ചില പ്രാധാന്യമുണ്ട്, പക്ഷെ ഇതിനൊരു ആകർഷകമായ ചരിത്രവും കൂടിയുണ്ട്. തന്റെ ഇന്ത്യൻ സൈനിക നീക്കത്തിന് ശേഷമുള്ള മടക്കയാത്രയ്ക്കായി അലക്സാണ്ടർ സ്വീകരിച്ച വഴിയായിരുന്നു ഇത്. അലക്സാണ്ടറുടെ സൈന്യത്തിന്റെ ഒരു പ്രധാന ഭാഗം അവിടെ കൊല്ലപ്പെട്ടതുകൊണ്ട് ഈ പ്രദേശം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ശ്മശാനമായി മാറിയെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അലക്സാണ്ടറുടെ സൈനിക നീക്കം BC 327 മുതൽ BC 325 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ മാസിഡോണിയൻ സൈന്യവും ഹൈഡാസ്പസ് നദിയുടെ യുദ്ധത്തിൽ ഇന്ത്യൻ രാജാവായ പോറസിനെ പരാജയപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളും ഇറാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇറാൻ പിന്നാലെ പോകുന്നത് മതത്തിന്റെ പിന്നാലെയാണ്. ഈ കൊമേനി എന്ന് പറയുന്ന ഭീകരൻ, അതുപോലെ ഇബ്രാഹിം റൈസി, ഇവരുടെയൊക്കെ ഭീകരമായിട്ടുള്ള ഭരണമാണ് ഇറാനെ ഈ രൂപത്തിൽ അധപതനത്തിലേക്ക് കൊണ്ടുപോയത്. ഇറാനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോഴിതാ പുറത്തു വരികയാണ്. കഴിഞ്ഞ ഒരു വർഷം മാത്രം രാജ്യത്ത് 1000 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. 86 ജയിലുകളിലാണ് ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ എന്ന സംഘടനയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരെ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണിത്. കൊല്ലപ്പെട്ടവരിൽ 34 സ്ത്രീകളും 7 കുട്ടികളും. ഇതിന്റെ ജഡ്ജിമാരാരായിരുന്നു? ഇവരൊക്കെയായിരുന്നു. എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ പുറത്തിറങ്ങി യാത്ര ചെയ്തു, തലമുടി കണ്ടു, ഉറക്ക സംസാരിച്ചു, ശബ്ദം കേട്ടു. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഒപ്പം സഞ്ചരിച്ചത് വിവാഹബന്ധം നിഷിദ്ധമാക്കിയ ആളാണോ അല്ലേ എന്നറിയില്ല. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏറ്റവും അധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് കഴിഞ്ഞ വർഷമാണ്. 119 പേര്. അവരൊക്കെ ബലൂചിസ്ഥാൻകാരായിരുന്നു. ഈ കാലയളവിൽ ഇവർക്കെതിരെ വധശിക്ഷ വിധിച്ച ജഡ്ജിമാരൊന്നും ഇന്ന് ഭൂമിയിലില്ല. 4 പേരെ പരസ്യമായി അങ്ങേയറ്റം മൃഗീയമായിട്ടാണ് വധിച്ചതെന്നും റിപ്പോർട്ട്. അതേസമയം 1000-ൽ കൂടുതൽ പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്നാണ് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ പറയുന്നത്. പലരെയും അതീവ രഹസ്യമായിട്ടാണ് കൊന്നത് എന്നാണ് പറയപ്പെടുന്നത്. പലരെയും കൊന്നുരസിച്ച കശാപ്പുകാരനായ സിറിയൻ ഭരണാധികാരി ഇന്നിവിടെ. നമുക്ക് ഈ അബദ്ധം വരില്ല, നമുക്ക് ഈ അവസ്ഥ വരില്ല എന്ന് ഇവരൊക്കെ വിചാരിച്ചിരുന്നില്ല. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണ്ടല്ലോ, പക്ഷേ ആനപ്പുറത്ത് എപ്പോഴും ഇരിക്കില്ല, താഴെ വരണം. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വരാത്തത്. കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ മാത്രം ഇറാൻ 12 പേരെയാണ് തൂക്കിക്കൊന്നത്. ഇസ്ലാമിക ഭരണത്തിന് നേർക്കൊരു ജനകീയമായ മുന്നേറ്റം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന പരമോന്നത നേതാവായ കൊമേനി രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്രൂരതകൾ തുടരുന്നത് എന്നാണ് സംഘടനയുടെ നേതാവായ മറിയം രാജവി ആരോപിക്കുന്നത്. എന്നാൽ ഇറാനിലെ പുതിയ തലമുറ ഇതൊന്നും കണ്ട് ഭയപ്പെടുകയില്ലെന്നും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് സംഘടന അവകാശപ്പെടുന്നത്. ഇറാനിലെ ജനാധിപത്യം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് മറിയം രാജവി ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങളെ തകർക്കാൻ തൂക്കിക്കൊല കൂടാതെ മറ്റ് അനേകം മൃഗീയ ശിക്ഷാരീതികളും ഇറാനിൽ ഇപ്പോൾ നടപ്പാക്കുകയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന പ്രാകൃതമായ നിയമമാണ് ഇറാനിൽ ഇപ്പോഴും നിലവിലുള്ളത്. തടവുകാരെ പരമാവധി വേദന അനുഭവിപ്പിച്ച് കൊല്ലുന്നതാണ് ഇവിടുത്തെ രീതി. മോഷണക്കുറ്റത്തിന് കൈവിരലുകൾ ഛേദിക്കുന്ന രീതി ഇപ്പോഴും നിലവിലുണ്ട്. ഇത് പ്രാകൃതവും നിയമവിരുദ്ധവുമാണ് എന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ കണക്കാക്കുമ്പോഴും ആ രൂപത്തിൽ ഇടപെടലുകൾ ഇറാനെതിരെ നടത്തുമ്പോഴും ഇറാൻ ഒരു ചലനവുമില്ല. 2000 ആണ്ട് മുതൽ ഇതുവരെ 131 പുരുഷന്മാരുടെ കൈവിരലുകളാണ് മോഷണക്കുറ്റത്തിന്റെ പേരിൽ വെട്ടിക്കളഞ്ഞത്. തടവുകാരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നതും ഇവിടുത്തെ സാധാരണ ശിക്ഷാരീതിയാണ്. ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും ഇറാൻ ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷാരീതികൾ നിർത്തലാക്കണമെന്ന് ദീർഘമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലമായി ഒരുപാട് രാജ്യങ്ങൾ ഇറാനെതിരെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ചലനവുമില്ലാതെ ഇപ്പോഴും ഇറാൻ ഇതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇറാന്റെ ദാരിദ്ര്യത്തിൽ സഹായിക്കരുത്, അതല്ലേ വേണ്ടത്. ഇറാൻ ഇപ്പോഴും പട്ടിണിയും പരിവട്ടവുമായി മുങ്ങി ജീവിക്കുമ്പോഴും ഇറാന്റെ മതനിയമത്തിന് മാത്രം ഒരു കുറവുമില്ല. ഈ രൂപത്തിൽ വിധിക്കുന്ന ജഡ്ജിമാർക്ക് പിന്നീട് ജീവിക്കാൻ കഴിയുമെന്നാണ് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നു. സഹി കെട്ടിട്ട്. നന്ദി.